ഒരിക്കൽ പേർഷ്യ കടുത്ത പട്ടിണിയിലായി. നാടിനെ രക്ഷിക്കാൻ സുൽത്താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഇനി ബിസ്തേവൻ കനിഞ്ഞാലേ രക്ഷയുള്ളൂ. പക്ഷേ ബിസ്തേവനെ പ്രത്യക്ഷപ്പെടുത്തുന്നത് അത്ര എളുപ്പമല്ല. സുൽത്താൻ ഉടനെ ഒരു വിളംബരം പുറപ്പെടുവിപ്പിച്ചു. മായാദേവനായ ബിസിനെ പ്രത്യക്ഷപ്പെടുത്തുന്നവർക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകുന്നതാണ്. വിളംബരം കേട്ട ഒരു യുവാവ് കൊട്ടാരത്തിലെത്തി. അടിയന്റെ പേര് ബഹാദൂർ. ബിസ്തേവനെ അടിയൻ പ്രത്യക്ഷപ്പെടുത്താം. ഓഹോ, എങ്കിൽ കാണട്ടെ. പക്ഷേ 2 നിബന്ധനകളുണ്ട്. ഇതിനായി 40 ദിവസത്തെ സമയം തരണം. അങ്ങ് പ്രഖ്യാപിച്ച പാരിതോഷികം മുൻകൂറായി തരികയും വേണം. ചക്രവർത്തി അത് സമ്മതിച്ചു. ഇതാ സ്വർണ്ണ നാണയങ്ങൾ. പക്ഷെ പറഞ്ഞ സമയത്തിനുള്ളിൽ വിസിംഗനെ പ്രത്യക്ഷപ്പെടുത്തിയില്ലെങ്കിൽ തല കാണില്ല. ശരി. അങ്ങനെ 40-ാം ദിവസം എത്തി. സുൽത്താൻ വലിയ പ്രതീക്ഷയോടെ ബഹദൂറിനെ കാത്തിരുന്നു. എന്നാൽ ബഹദൂർ വന്നതോ വെറും കൈയോടെ. എവിടെ ബിസ്ദേവൻ? ക്ഷമിക്കണം പ്രഭോ, വിസിനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവൊന്നും അടിയനില്ല. അടിയൻ ഒരു പരമദരിദ്രനാണ്. അടിയന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. അത് വീട്ടാനാണ് പണം മുൻകൂറായി വാങ്ങിയത്. ഇനി അടിയനെ മരിച്ചാലും കുഴപ്പമില്ല. അങ്ങേക്ക് എന്റെ തല എടുക്കാം. അതാണല്ലോ കരാർ. ഇനി എന്ത് ചെയ്യും? മന്ത്രിമാരോട് ചോദിക്കാം. സുൽത്താൻ തന്റെ 4 മന്ത്രിമാരെയും വിളിപ്പിച്ചു. വാക്കു പാലിക്കാത്ത ഇയാളെ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരായി പറയൂ. 1-ാമത്തെ മന്ത്രി, ഇയാളെ കത്രിക കൊണ്ട് വെട്ടി നുറുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. 2-ാമത്തെ മന്ത്രി, ഇയാളെ വറച്ചട്ടിയിലിട്ട് പൊരിക്കണം. 3-ാമത്തെ മന്ത്രി പറഞ്ഞത് ഇങ്ങനെ: ക്ഷൗര കത്തി കൊണ്ട് ഇയാളുടെ തൊലി മുഴുവൻ ഉരിയണം. അയാൾ നീറി മരിക്കട്ടെ. എന്നാൽ പുതുമുഖമായ 4-ാം മന്ത്രി, പ്രഭോ, ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വാക്കു പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് മരണം കൈവരിക്കാൻ വന്നിരിക്കുകയാണ്. ഇയാൾ ഒരു ധീരനാണ്. ഇയാളെ ജീവിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. സുൽത്താൻ മറുപടി പറയും മുമ്പ് ജ്ഞാനിയായ ഒരു വൃദ്ധൻ സഫയുടെ തളത്തിലേക്ക് കടന്നു വന്നു. പ്രഭോ, 4-ാമത്തെ മന്ത്രി പറഞ്ഞതാണ് ശരി. ഇതാരാണ്? വൃദ്ധൻ അത് വിശദീകരിച്ചു. ആദ്യത്തെ മന്ത്രിക്ക് തയ്യൽക്കാരന്റെ മനസ്സാണ്. അതുകൊണ്ടാണ് അയാൾ കത്രിക കൊണ്ട് വെട്ടാൻ പറഞ്ഞത്. കുശിനിക്കാരന്റെ മനസ്സുള്ള 2-ാമത്തെ മന്ത്രി വറച്ചട്ടിയിൽ പൊരിക്കാമെന്ന് പറഞ്ഞു. 3-ാമത്തെ മന്ത്രി പറഞ്ഞത് കേട്ടിട്ട് അയാൾ ഒരു ശുരകൻ തന്നെ. അപ്പോൾ ഈ 3 പേരും മന്ത്രിപ്പണിക്ക് പറ്റിയവരല്ലെന്നാണോ? അതെ, ഇവരുടെ ഉപദേശം കേട്ട് അങ്ങ് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടായത്. ഇത്രയും പറഞ്ഞ വൃദ്ധൻ മറഞ്ഞു. സാക്ഷാൽ ക്രിസ്തേവൻ തന്നെയായിരുന്നു അത്. എങ്കിൽ ഞാൻ പോകുന്നു. പറഞ്ഞത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. രാജ്യത്തെ പട്ടിണിയിലേക്ക് നയിച്ച 3 മന്ത്രിമാരെ സുൽത്താൻ മാറ്റി. അതിന് കാരണക്കാരനായ ബഹദൂറിന് കൈനിറയെ സമ്മാനങ്ങൾ നൽകി. പുതിയ മന്ത്രിയുടെ ഉപദേശങ്ങൾ കേട്ട സുൽത്താൻ നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചെടുത്തു. സ്റ്റോറി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.